കേരളത്തിൽ പോരാട്ടങ്ങളുടെയും വികസന കുതിപ്പിന്റെയും നാൾവഴികളിലൂടെയുള്ള യാത്രയാണ് പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദം, ടെക്നോളജി, സിനിമ, ടൂറിസം തുടങ്ങി എല്ലാ മേഖലയിലും കേരളം ഒന്നാമതാണ്. പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ കേരളത്തിൽ ഒന്നിനൊന്ന് മികച്ചതായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സമാനതകളില്ലാത്ത വികസനം കേരളം കാഴ്ചവെക്കുന്ന ഘട്ടമാണിത്. ഇന്ത്യയുടെ ഭൂവിസ്തൃതിയിലും ജനസംഖ്യയിലും കേരളം ചെറുതാണ്. പക്ഷെ ആളുകൊണ്ടും ആശയങ്ങൾ കൊണ്ടും ഇന്ത്യയിൽ ആകെ പടർന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. കേരളത്തിന്റെ വികസന മാതൃക ഇന്ത്യക്ക് ആകെ മാതൃകയാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനവും ജനകീയ ആസൂത്രണവും കുടുംബശ്രീയും ഒക്കെ മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ്. സാഹോദര്യത്തിലും പുരോഗമനാശയങ്ങളിലും പടുത്തുയർത്തിയതാണ് ഇന്നത്തെ കേരളമെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. സാമൂഹിക നീതിക്കായും തുല്യതയ്ക്കായും ഐതിഹാസിക പോരാട്ടങ്ങൾ ഉയർന്നു വന്ന മണ്ണാണ് നമ്മുടേത്. ഉന്നതമായ അവകാശബോധവും സഹജീവി സ്നേഹവുമുള്ളൊരു ജനതയെ വാർത്തെടുക്കാൻ ഈ ജനകീയ പോരാട്ടങ്ങൾക്ക് സാധിച്ചു. ഭൂമിക്കായുള്ള സമരങ്ങൾക്കും തൊഴിലവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾക്കും നേതൃത്വം നൽകാൻ ശേഷിയുള്ള പുരോഗമന രാഷ്ട്രീയവും ഇവിടെ വളർന്നു എന്നതും വസ്തുത തന്നെയാണ്. ഇപ്പോഴിതാ കേരളത്തിൽ 33 വർഷമായി താമസിക്കുന്ന ബീഹാർ സ്വദേശി പ്രേംകുമാറിനും ഭാര്യ ബിന്ദുവിനും പറയാനുള്ളത് അവരെ വളർത്തിയെടുത്ത കേരളത്തെക്കുറിച്ചാണ്. വർഷം മുൻപ് കേരളത്തിലെത്തിയ പ്രേംകുമാറിനെയും ബിന്ദുവിനെയും ജീവിക്കാൻ പാകത്തിൽ വളർത്തിയെടുത്തത് നമ്മുടെ കേരളമാണ്. മകനെയും ബന്ധുക്കളെയും പഠിപ്പിക്കുന്നത് കേരളത്തിലെ സ്കൂളുകളിലാണ്. ഫെസിലിറ്റിയിലും കേരളം മുന്നിലാണെന്ന് പ്രേംകുമാറും ഭാര്യയും പറയുന്നുണ്ട്. കേരളം നല്ലതാണ്, നല്ല മനുഷ്യരാണ്, കേരളത്തിൽ ജീവിക്കാൻ നല്ല സുഖമാണെന്ന് അഭിമാനത്തോടെയാണ് പ്രേംകുമാർ പറയുന്നത്. സ്കൂളുകളും സ്കൂളിലെ കൂട്ടുകാരും മികച്ചതാണെന്ന് പ്രേംകുമാറിന്റെ മകനും ആവേശത്തോടെ പറയുന്നു. കേരള സമൂഹത്തിന് ദിശാബോധം നൽകാനും മുന്നോട്ട് നയിക്കാനും ശേഷിയുള്ള സർക്കാരുകളും ഇവിടെ ഉണ്ടായി എന്നതിന് തെളിവാണ് ഇവരുടെ വാക്കുകൾ. യഥാർത്ഥ കേരള സ്റ്റോറിയായി പ്രേംകുമാറിന്റെയും കുടുംബത്തിന്റെയും വാക്കുകൾ ലോകമറിയട്ടെ.